മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചമ്പക്കാട് സ്വദേശി വിമലിന്റെ കുടുംബത്തിന് വനംവകുപ്പ് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറി. 5 ലക്ഷം രൂപയ്ക്കൊപ്പം സമാശ്വാസ ധനമായ 1.5 ലക്ഷം രൂപയും കുടുംബത്തിന് നൽകി. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു മറയൂർ ചമ്പക്കാട് സ്വദേശിയായ വിമലൻ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചുണ്ടായ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഫയർലൈൻ തെളിയിക്കുന്ന ജോലികൾക്കായി പോകുന്നതിനിടയിൽ വിമലനടങ്ങുന്ന സംഘത്തെ അപ്രതീക്ഷിതമായി കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വിമലിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് വനംവകുപ്പ് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറിയത്. 5 ലക്ഷം രൂപയ്ക്കൊപ്പം സമാശ്വാസ ധനമായ 1.5 ലക്ഷം രൂപയും കുടുംബത്തിന് കൈമാറിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വനംവകുപ്പ് ഭാഗത്തു നിന്നുള്ള ധനസഹായമായ 10 ലക്ഷം രൂപ കോമ്പൻസേഷനാണ്. അതിൻ്റെ 5 ലക്ഷം രൂപ ആദ്യ ഗഡു നൽകി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട MLA ആണ് നൽകിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം EDC മെമ്പറായതുകൊണ്ട് സമാശ്വാസ ധനമെന്ന നിലയിൽ 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതും ബഹുമാനപ്പെട്ട MLA നൽകി കഴിഞ്ഞു. ബാക്കിയുള്ള 5 ലക്ഷം രൂപയും അതോടൊപ്പം ഇൻഷുറൻസിൻ്റെ 1 ലക്ഷം രൂപയും അവർക്ക് സമയബന്ധമായി നൽകുന്നതാണ്. അതിനുവേണ്ടി അവർ ലീഗൽ ഹെയർഷിപ്പ് തുടങ്ങിയ രേഖകൾ ഹാജരാക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അത് നൽകുന്നതായിരിക്കും. കൂടാതെ നിലവിൽ EDC വാച്ചറായിട്ടാണ് മരിച്ച വിമലൻ്റെ മകൻ ബിനു വർക്ക് ചെയ്യുന്നത്. സ്ഥിരം വാച്ചറായിട്ട് നിർത്തണമെങ്കിൽ അതിന് ഗവൺമെൻറ് ഡിസിഷൻ വേണം. അതിനുള്ള കാര്യങ്ങൾ മേൽഘടകത്തിലേക്ക് ധരിപ്പിക്കുന്നതായിരിക്കും. മരിച്ച വിമലിന്റെ മകനെ സ്ഥിരം വാച്ചറായി നിയമിക്കുന്നതിന് വേണ്ടുന്ന തുടർ ഇടപെടലുകൾ നടത്തുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ ബിനുവിനെ നിലവിൽ ഇവിടുത്തെ വാച്ചറാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പെർമനൻറ്റ് വാച്ചറായിട്ടും നിയമിക്കണമെന്നാണ് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അത് ഫോറസ്റ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് ചെയ്യാവുന്നതാണ്. വനംവകുപ്പിന്റെ സാമ്പത്തിക സഹായത്തിൽ ശേഷിക്കുന്ന 5 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായ 1 ലക്ഷം രൂപയും പിന്നാലെ നൽകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലുള്ള 11 കുടികൾക്ക് ചുറ്റും ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായും വനംവകുപ്പ് അറിയിച്ചു.